എല്ലാ ദൈവമക്കളെയും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് നമുക്ക് വീണ്ടും ഒരു നല്ല അവസരം തന്നു. അതിനായി സ്തോത്രം. കർത്താവിൻ്റെ ദാസനിൽ കൂടെ കർത്താവ് നമ്മളോട് കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ദൈവവചനം കേൾക്കുന്നതും പഠിക്കുന്നതും ആലോചന കേൾക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം. ഇന്ന് നമ്മുടെ സാഹചര്യങ്ങൾ നോക്കിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം നമ്മൾക്ക് അതിനപ്പുറം പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്, വിശ്വസ്തനാണ്. നമ്മൾ യാക്കോബിൻ്റെ ചരിത്രം നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് എന്തുവാ? സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ കാവൽ. അതിൻ്റെ എനിക്ക് തോന്നുന്നു 20-21 ആഴ്ചകൾ നമ്മൾ കവർ ചെയ്തു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ കാവൽ. ദൈവത്തിൻ്റെ കാവൽ നഷ്ടമാകുമ്പോഴാണ് പലതരത്തിലുള്ള അറ്റാക്കുകൾ നമ്മുടെ നേരെ, കുടുംബത്തിന് നേരെ, സഭയ്ക്ക് നേരെ വരുന്നത്. ദൈവത്തിൻ്റെ കാവൽ നഷ്ടമാകുമ്പോഴാണ്. ഈ ദൈവത്തിൻ്റെ കാവൽ നഷ്ടമാകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ദൈവത്തിൻ്റെ കാവൽ പാപനിമിത്തമാണ്. ഇയ്യോബിൻ്റെ ലൈഫിൽ കൂടെ നമ്മൾ കണ്ടു. ഇയ്യോബിൻ്റെ ലൈഫിൽ കാവൽ നഷ്ടമായത്, ആ വേലി നഷ്ടമായത് പാപനിമിത്തം അല്ലായിരുന്നു, ദൈവം അനുവദിച്ചതാണ്. അതുപോലെ ആയിരിക്കത്തില്ല നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എന്തുവാണെന്ന് എഫേസ് ലേഖനത്തിൽ കൂടെ നമ്മൾ കണ്ടു. പിശാചിനിടം കൊടുക്കരുത്, പാപത്തിനിടം കൊടുക്കരുത്, പിശാചിനിടം കൊടുക്കരുത് എന്നുള്ള വാക്യം 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടു. നമ്മളതിന് ശേഷം കണ്ടു അക്യൂസർ എന്നുള്ള വാക്ക് കണ്ടു, അക്യൂസറെ കുറിച്ച് കണ്ടു. അതിനുശേഷം നമ്മൾ 3 ടെസ്റ്റുകളെ കുറിച്ച് കണ്ടു, അല്ലേ? ഒരു വ്യക്തിയുടെ ലൈഫിൽ പല ടെസ്റ്റുകൾ വരും, അതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വാതിൽ തുറന്നാൽ, ഇനി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കാണാൻ വേണ്ടി പോവാം, എക്സാമ്പിൾസ് കാണാൻ വേണ്ടി പോവാം. വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അവർ പോയിടത്തെല്ലാം ചോർച്ചയായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു. നമ്മൾ യാക്കോബിൻ്റെ ചരിത്രത്തിൽ നിന്ന് കണ്ടു. രണ്ടാമത് നമ്മൾ കണ്ടത് നമ്പേഴ്സ്, സംഖ്യാപുസ്തകത്തിൽ നിന്ന് കണ്ടു. സംഖ്യാപുസ്തകത്തിൽ നിന്ന് ബിലയാമിൻ്റെയും ബാലാക്കിൻ്റെയും ചരിത്രങ്ങളിൽ കൂടെ കണ്ടു. മന്ത്രവാദം ചെയ്യാൻ നോക്കിയിട്ട് അത് ഫലിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ നടുവിലുണ്ട്, ദൈവം അവരുടെ മധ്യമുണ്ട്. ഇസ്രായേലിൻ്റെ പാളയത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ശമൂവേലിൻ്റെ പുസ്തകം നമുക്ക് വായിക്കാമോ? 1 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. 1 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരേത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്തു, എന്നാൽ അവൻ നിങ്ങളുടെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കൈകളിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞു. നിങ്ങളത് ആ സംഭവങ്ങൾ പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ കുറേ പുറകിലോട്ട് പോകണം. ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് കനാൻ ദേശത്ത് കൊണ്ടുപോയി അവരെ ഉറപ്പിക്കുന്ന സമയത്ത് അവർക്ക് എത്ര കൽപ്പനകൾ ഏകദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു? എത്ര കൽപ്പനകളാണ്? ടോട്ടലി ഹൗ മെനി കമാൻഡ്? 613 കമാൻഡ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. 613 കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്. ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീയും നിന്റെ തലമുറകളും ജീവിച്ചിരിക്കേണ്ടതിന്, നിനക്ക് അനുഗ്രഹവും നന്മയും ദീർഘായുസ്സും ഉണ്ടാകേണ്ടതിന് നീ എൻ്റെ വചനവും എൻ്റെ കൽപ്പനകളും നീ പ്രമാണിക്കണം. എൻ്റെ കൽപ്പനകളും വചനവും പ്രമാണിച്ചാൽ നിനക്ക് ദീർഘായുസ്സും നന്മയുമായിരിക്കും. ഇത് യോശുവയുടെ കാലം വരെ, അല്ലെങ്കിൽ മരുഭൂമിയിൽ അത്ഭുതം കണ്ട ദൈവത്തിൻ്റെ തലമുറകളെല്ലാം ദൈവസന്നിധിയിൽ മാന്യമായിട്ടും വിശ്വസ്തയോടെയും കൂടി അവർ ജീവിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ മരുഭൂമിയിലെ കാണാത്ത ഒരു തലമുറ, അവർ വന്ന് ജാതികൾ എന്തൊക്കെ ചെയ്തോ അത് തെരഞ്ഞു പിടിച്ച് ചെയ്യാൻ തുടങ്ങി. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകങ്ങളിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. ന്യായാധിപന്മാരുടെ പുസ്തകങ്ങളിൽ, ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയാൻ പറഞ്ഞതിനെ നിങ്ങൾ നീക്കിക്കളഞ്ഞില്ല. നിങ്ങൾ നീക്കിക്കളയാതെ അവരെ പോയി അവരെങ്ങനെയൊക്കെ ആരാധിച്ചു എന്ന് പോയി കണ്ടുപിടിച്ചു, എന്നിട്ട് അത് തന്നെ ഇത് ചെയ്തു കേട്ടോ. ദൈവം പറഞ്ഞായിരുന്നു നീക്കിക്കളയണം. അതുകൊണ്ട് ബൈബിളിൽ പറയുന്ന ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങളത് നീക്കിക്കളയാത്തതുകൊണ്ട് നിങ്ങളുടെ വിലാപ്പുറത്തൊരു മുള്ളായിട്ടും നിങ്ങൾക്കത് കെണിയായിട്ടും തീരും. നാളുകളിൽ വന്ന് നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും അത് ഉപദ്രവിക്കും.
അങ്ങനെ ഏകദേശം 400 വർഷക്കാലമാ ന്യായാധിപന്മാരുടെ കാലഘട്ടങ്ങളിൽ ഇവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ പോയി. ഏകദേശം 390-400 വർഷം ഇസ്രായേൽ മക്കളെ ശത്രു വന്ന് പീഡിപ്പിക്കും തോറും ഇവർ നിലവിളിച്ചപ്പോൾ ഇവർക്ക് വേണ്ടി ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. ന്യായാധിപന്മാരെ, അതിൽ ഒത്നിയേൽ തൊട്ട് ഏറ്റവും താഴെയുള്ള സാംസൺ വരെ, ഷിംഷോൻ വരെ ഏകദേശം എനിക്കൊന്ന് 10-12 ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. അത്രയും ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. ഈ ന്യായാധിപന്മാരുടെ കാലത്തൊക്കെയും ദൈവം ശത്രുവിൻ്റെ മേൽ ജയം കൊടുത്ത് ദൈവം ആ ദേശത്തിന് അവർക്ക് സ്വസ്ഥത കൊടുത്തു. ന്യായാധിപന്മാർ പോയതിന് ശേഷം എന്ത് പറ്റുമെന്നറിയാം? വീണ്ടും ഇവർ പഴയ വഴിക്കായി, ഇവർ വീണ്ടും തെറ്റിപ്പോയി. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ഒന്നിൽ ശമൂവേൽ എന്ന് പറഞ്ഞൊരു പ്രവാചകൻ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യാം. ശമൂവേൽ എന്ന് പറഞ്ഞ പ്രവാചകൻ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ശമൂവേലിൻ്റെ മുമ്പേ നിങ്ങൾക്കറിയാം ഏലി പുരോഹിതൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏലി പുരോഹിതനും ഒഫ്നിയും ഫിനഗാസും, ആ കാലഘട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശമൂവേലിനെ കൊണ്ടുവന്ന് അമ്മ കൊണ്ടുവന്ന് ഹന്ന കൊണ്ടുവന്ന് ദേവാലയത്തിൽ കൊണ്ട് കൊടുക്കുന്നതും ഏലി പുരോഹിതൻ്റെ കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ശമൂവേലിൻ്റെ കാലം, ശമൂവേൽ ന്യായപാലനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല സമയത്തും ഇസ്രായേലിന് നേരെ ഫെലിസ്ത്യർ വന്ന് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് കേട്ടോ. നിങ്ങളത് ചിന്തിക്കണം. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് ചുറ്റും ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബൗണ്ടറിയെ എന്ത് പറ്റിയെന്നറിയാമോ? ഫെലിസ്ത്യർ വന്ന് അവിടെ ഇവിടെയൊക്കെ, ഫെലിസ്ത്യർ വന്നിട്ടല്ല, ഇസ്രായേൽ അത് പൊളിച്ചു കൊടുത്തു, ഇസ്രായേൽ അത് തകർത്തു കൊടുത്തു. ഇവിടെ എല്ലാം ബൗണ്ടറി തകർന്ന് കിടക്കുക, എല്ലായിടും പൊളിഞ്ഞു കിടക്കുക, ഇങ്ങനെ കിടക്കുക. ഇതുണ്ട്, ഇതുവഴി ശത്രുവിന് കയറി വരാം, ഇതുവഴി ശത്രുവിന് കയറി വരാം, ഇതുവഴി കയറി വരാം, എല്ലാ വഴികളിൽ കൂടെ ശത്രുവിന് കയറി വരാം, ഇസ്രായേലിനകത്തോട്ട് കയറി വരാം. ഇങ്ങനെ ശത്രുവിന് കയറി വരാനുള്ള എല്ലാ വഴികളും തുറന്നിട്ടേക്കാം. ഈ വഴികൾ തുറക്കപ്പെടാനുള്ളതിൻ്റെ കാരണം എന്തായിരുന്നു? ഈ വഴികൾ, ആത്മീക കാവൽ തകർന്നു പോകാനുള്ളതിൻ്റെ കാരണം എന്തായിരുന്നു? ഇസ്രായേൽ മക്കൾ പാപത്തിൽപ്പെട്ടു. ബാലിനെയും അസ്തോരോത്ത് പ്രതിഷ്ഠകളെയും പലതിനെ ആരാധിക്കാൻ തുടങ്ങി. ആരാധിച്ചപ്പോൾ ദൈവത്തിൻ്റെ കാവലുകൾ മാറി, കാവല് പൊളിഞ്ഞു. അല്ലെങ്കിൽ ഈ കാവലിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു. അങ്ങനെ ഫെലിസ്ത്യർ വന്ന് ഇസ്രായേലിനെ ഞെരുക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് കൂടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഫെലിസ്ത്യർ വരും. ഫെലിസ്ത്യർ കയറി വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോവോ, അല്ലെങ്കിൽ ഇവരെ നശിപ്പിച്ചിട്ട് പോവോ, ഇവരെ ഉപദ്രവിച്ചിട്ട് പോവോ, ഇവരുടെ നന്മ കൊണ്ടോ, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവർക്കൊരു രീതികളിൽ ഇവിടെ സ്വസ്ഥതയില്ല. ഇന്നുള്ള നമ്മുടെ സഭകളിലുള്ള ദൈവമക്കൾ ഇത് മനസ്സിലാക്കണം. വാതിലുകൾ തുറന്നിട്ടിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നന്മയുണ്ടാകത്തില്ല. വാതിലുകൾ തുറന്നിട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന കാവലിനകത്ത് നാം നിൽക്കണം. തുറക്കപ്പെട്ട കാവലുകൾ, പൊളിയപ്പെട്ട കാവലുകൾ ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ചടയ്ക്കണം. അടുത്ത വാക്യത്തിലോട്ട് വരുമ്പോൾ അതാ കാണിക്കുന്നു. ഇതല്ല, അടുത്ത രാജാക്കന്മാരുടെ ശമൂവേലിൻ്റെ പുസ്തകത്തിലോട്ട് വരുമ്പോൾ നോക്കി. ഇങ്ങനെ ഫെലിസ്ത്യൻ്റെ കാലത്ത്, അല്ലെ ശമൂവേലിൻ്റെ കാലത്ത് ഇസ്രായേൽ എല്ലാം കൂടെ എന്ത് പറ്റുന്നോ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഞങ്ങളെ വിടുവിക്കണമേ, ഞങ്ങൾ ഫെലിസ്ത്യൻ്റെ കൈകളിൽ അകപ്പെട്ടു. ഫെലിസ്ത്യൻ്റെ കൈകളിൽ അകപ്പെട്ടു, ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ എല്ലാം കൂടെ ഒരുമിച്ച് ശമൂവേലിൻ്റെ അടുക്ക വന്നു. ഫെലിസ്ത്യർ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് ഫെലിസ്ത്യൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ പറയുന്ന വാക്കാണ് ശമൂവേലിൻ്റെ ആ പുസ്തകത്തിൽ നിന്ന് വായിച്ചു. ഒന്നും കൂടെ വായിച്ച്. എല്ലാ ഇസ്രായേൽ ഗ്രഹത്തോടും പറഞ്ഞത്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോട് യഹോവയെങ്കിലേക്ക് തിരിയുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കാവല് പോകാനുള്ളതിന്റെ കാരണം? അന്യദൈവങ്ങൾ. അടുത്തത് അസ്തോരത്ത് പ്രതിഷ്ഠകൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കാവലുകൾ നഷ്ടമാകാൻ, ഇൻറ്റൻസിറ്റി പോകാനുള്ള കാരണം പറഞ്ഞാട്ടെ? ബിക്കോസ് ഓഫ് സിൻ. പാപം ഇവരുടെ അകത്ത് വന്നു. നമ്മൾ ഇതിവിടെ നിന്നൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്.
കഷ്ടപ്പെടുന്നുണ്ട്, ഓവർ ടൈം ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമില്ല. എന്തുകൊണ്ടാണ്? എല്ലാം ഉണ്ടാക്കി വെച്ചു, സമയമായപ്പോൾ ഉണ്ടാക്കിയത് മൊത്തം പോയി. എന്തുകൊണ്ടായിരിക്കും? പ്രധാനപ്പെട്ട കാരണം നിന്റെ വാതിലുകൾ പൊളിഞ്ഞു കിടക്കാം, നിന്റെ വാതിലുകൾ തകർന്നു കിടക്കാം. ഇങ്ങനെ ഇവർ അത് ചെയ്തു. ഇവർ അശേര പ്രതിഷ്ഠകളെ ഇതെല്ലാം മാറ്റി ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി ശമൂവേൽ പറഞ്ഞ വാക്ക് കേട്ടോണ്ട് 3 ദിവസം ദൈവസന്നിധിയിൽ മിസ്പയിൽ ഒരുമിച്ച് കൂടി. അതിൻ്റെ എനിക്ക് തോന്നുന്നു അടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 6-ാം വാക്യം വായിച്ചേ, 5-ാം വാക്യം തൊട്ട് വായിച്ചു. ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും കൂട്ടുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. കണ്ടോ, അവിടെ അസേര പ്രതിഷ്ഠകളെ എല്ലാം നീക്കി. 4-ാം വാക്യത്തിലുണ്ട്, അതിനെല്ലാം നീക്കി. അവർ 6-ാം വാക്യം, അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞ് പിന്നെ ശമൂവേൽ മിസ്പയിൽ ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. നോക്കിക്കോണേ, ഇസ്രായേൽ മക്കൾ 7-ാം വാക്യം മിസ്പയിൽ ഒന്നിച്ചുകൂടി എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ. ഈ കർത്താവിൻ്റെ ദാസനും ഇന്ന് പറഞ്ഞ ആ വീടിനകത്ത് എപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുമോ അന്നേരം ചില പ്രശ്നങ്ങൾ എഴുന്നേറ്റ് വരും. എപ്പം ദൈവത്തിന് വേണ്ടി തിരിയാം, ദൈവസന്നിധിയിലേക്ക് മാറിയിരിക്കാം, ദൈവസന്നിധിയിലേക്കൊന്ന് കൂടാം എന്നുള്ളത് ചിന്തിക്കാമെങ്കിൽ അന്നേരമായിരിക്കും പല കാര്യങ്ങൾ എഴുന്നേറ്റ് വരുന്നത്. നിങ്ങൾ എന്നെ ഒരു കാര്യം കേൾക്കണം. ഈ ചില വ്യക്തികൾക്കുണ്ടല്ലോ യഥാർത്ഥത്തിലുള്ള ഈ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് അറിയാൻ പറ്റാത്തത് കൊണ്ട് ഇവരെന്ത് പറ്റും? ഈ വചനം അറിയാൻ പറ്റാത്തത് കൊണ്ട് ഇവർ തീരുമാനിച്ചു ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഇരിക്കുക. ഒരു ചർച്ചിലോട്ട് പോവാം, നല്ലൊരു ഉപവാസവും പ്രാർത്ഥന നടക്കാം. അവർ ചർച്ചിലോട്ട് പോയി ആ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ പ്രശ്നമാണ്. ഇനി മേലിൽ ചർച്ചിലോട്ട് പോകുന്നില്ലെന്ന് തീരുമാനിക്കും. രണ്ട് രീതിയിലുണ്ട്. ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ദൈവഹിതമല്ലാത്ത ചർച്ചിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നുള്ളതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് പക്ഷെ ചിലയിടത്ത് ചില ദൈവദാസന്മാർ ഇന്ന വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ, ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ, ഞാൻ എൻ്റെ ഒരു എനിക്ക് അറിയാവുന്നൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരു സ്ഥലത്ത് ഈ ജനറേഷൻ പ്രോബ്ലം എന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിക്കാനും പ്രാർത്ഥിക്കാനും ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ക്ലാസ്സുകൾ കേട്ടു, ഒരാൾ കേട്ടു, എനിക്കറിയാവുന്ന ഒരു വ്യക്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുടുംബം മൊത്തം നിങ്ങൾ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഇരിക്കണം. ഈ കുടുംബം മൊത്തം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഇരുന്നു. 7 ദിവസം കൊണ്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാൻ. 1-ാം ദിവസം കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കൊച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. 2-ാം ദിവസം ആയപ്പോഴത്തേന് തൻ്റെ പെങ്ങൾ അഡ്മിറ്റ്. 3-ാം ദിവസം ആയപ്പോൾ അമ്മ അഡ്മിറ്റ്. 3 പേര് അഡ്മിറ്റ്. ഉപവാസം നിർത്തി. കാരണം ഞാനവരോട് പറഞ്ഞു, ഉപവാസം നിർത്തല്ലേ നിങ്ങളെ. പിന്നീട് അവർ പിന്നെ ഉപവസിച്ചു. പിന്നെ ഇവർ പ്രാർത്ഥിച്ചു. എത്ര വ്യക്തികളുടെ ജീവിതത്തിലാണ് എപ്പോഴെങ്കിലും ദൈവസന്നിധിയിലേക്ക് നീ അടുത്ത് ചെല്ലുമ്പം അന്യദൈവങ്ങളെ മാറ്റിക്കളഞ്ഞു, വെള്ളം കോരി ഉപവസിച്ചു, ദൈവസന്നിധിയിൽ അനുതപിച്ചു, ഞങ്ങൾ പാപം ചെയ്തു, എന്നിട്ട് എല്ലാവരും കൂടെ മിസ്പയിൽ ഒരുമിച്ച് കൂടി. ശമൂവേൽ പറഞ്ഞു ഒരുമിച്ച് കൂടി. എന്നിട്ട് ഒരുമിച്ച് കൂടി മാനസാന്തരപ്പെട്ട എല്ലാം കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ഇവിടെ വന്നപ്പം ആരെഴുന്നേറ്റ് വരുമോ യുദ്ധത്തിന്? ഫെലിസ്ത്യർ. നിങ്ങൾ ഓർത്തോ എന്തിനെഴുന്നേറ്റ് വരുന്നറിയാമോ? അന്നേരം നിങ്ങൾ ജയിച്ചില്ലെങ്കിൽ, ആ സമയത്ത് നിങ്ങൾ ജയിച്ചില്ലെങ്കിൽ, ഞാൻ അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള നല്ലൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ. ഒരിക്കലും ഒരു പിശാച് ഒരു സ്ഥലത്ത് ഒരു മകളിൽ വെളിപ്പെടുന്ന സമയത്ത് ഞായറാഴ്ച രാവിലെ ശനിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്ന് അതിനെ ദേവാസന്മാരിലും കൊണ്ട് ശുശ്രൂഷിച്ചു. അത് ആകെ പോയിട്ടില്ല. ആ ദർശനം പ്രാർത്ഥിച്ച് അതിനെ വീട്ടിൽ പറഞ്ഞു വിട്ടു. പിന്നെ വീട്ടിൽ പോയി അന്ന് റെസ്റ്റ് ചെയ്യട്ടെ, നാളെ ആരാധനയ്ക്കോ അതോ അടുത്ത ഒരാഴ്ച 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വെളുപ്പിനെ ഞാൻ ചർച്ച നിൽക്കുന്ന സമയത്ത് വെളുപ്പിനെ ഏതാണ്ട് ഈ ഒരു കൊച്ച് ഭയങ്കര ആൾക്കാർ വരുന്നതിനെക്കാട്ടിലും മുമ്പേ ഭയങ്കരമായിട്ടും ഒരാൾ പിടിച്ചോണ്ട് വന്ന് ചെയറെല്ലാം കൂടെ എല്ലാം കൂടെ തെള്ളി താഴെയിട്ടത് വളരെ വയലൻ്റായിട്ട് കയറി വരിക. അവസാനം ഇതിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു മുറിക്കകത്ത് കൊണ്ടുപോയി. പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയപ്പോൾ ഈ കൊച്ചി ഇതിനോട് തന്നെ പറയുക, ഇതിനോടാകുന്ന ഈ ആലയത്തിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരാതിരിക്കാൻ ഇവളെ ആകെപ്പാടെ ഞാൻ മുടക്കാൻ ശ്രമിച്ചു. ഇവളുടെ കൂട്ടുകാരിയിൽ കൂടെ ഞാൻ മുടക്കാൻ ശ്രമിച്ചു. ഇവളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിൽ കൂടെ മുടക്കാൻ ശ്രമിച്ചു. ഇവക്ക് ഞാൻ രോഗം ഇട്ടു നോക്കി. ഇവള് വിളിച്ച 2-3 വണ്ടികൾ വരാതെയായി. എന്നിട്ടും ഇവൾ വന്നത് കൊണ്ട്, ഇവിടെ എന്തിനാ വന്നേ, അതുകൊണ്ടല്ലേ നിനക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാതെ. ഇവള് തന്നെ ഇവളോട് പറയുക, ഇവിടെ അകത്തിരിക്കുന്ന ദുരാത്മാവിനോട് പറയുക,
എത്ര രീതിയിൽ പിശാച് നന്മകളിലേക്ക് വിടുതലാകുന്നെന്ന് അറിഞ്ഞതുകൊണ്ട് അവിടേക്ക് ഇരുത്താതിരിക്കാൻ എങ്ങനെയൊക്കെ പിശാച് പെരുമാറി. ഇപ്പം നിങ്ങൾ ഓർത്തോ, നിങ്ങൾക്കൊരു വിടുതൽ നടക്കണമെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ചിലത് മാറ്റിക്കളഞ്ഞ് മുന്നോട്ട് വരുന്നതിനെ അന്നേരം ജയിച്ചിരിക്കണം. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. നിങ്ങൾ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു വസ്തു, കാട് പിടിച്ച് കിടക്കുന്ന പാമ്പും എലിയും ചേരയും പാമ്പും തേളും പഴുതാരയും എല്ലാം ഉള്ളൊരു വസ്തു, നിങ്ങൾക്കറിയാൻ അത് ഇതെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ മേളിലും ഉള്ളതുകൊണ്ട്, മണ്ണിനടിയിലുള്ളതുകൊണ്ട്, എല്ലാ തരത്തിലുള്ള ജീവികളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കാടെല്ലാം ഒന്ന് വെട്ടിത്തെളിച്ചപ്പം അവിടെ ഓടിക്കൊണ്ട് നടന്ന പല സാധനങ്ങളും എല്ലാം അവിടെ പൊത്തിലും പൊനത്തിലും എല്ലാം പോയി ഒളിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പം നിങ്ങൾക്ക് സ്ഥലമെല്ലാം കാണാം, കാട് പിടിച്ച സ്ഥലമെല്ലാം കാണാം, പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ സ്ഥലം സേഫ് ആണെന്ന്? ഒരിക്കലുമല്ല. ഇനിയും ഒരു JCB അങ്ങോട്ട് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനെ വിളിച്ച് ഇതെല്ലാം കൂടെ പിടാൻ നോക്കുമ്പോൾ ചിലത് പൊങ്ങി വരും. ആ പൊങ്ങി വരുന്നതിനെ കിട്ടിക്കഴിയുമ്പം ഓടുവല്ല ചെയ്യേണ്ടിയത്, ആ കൂന്താലിയും തൂമ്പായും സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഓടുവല്ല ചെയ്യേണ്ടിയത്. കയറി വരുന്നതിനെ തലപൊക്കി വരുന്നതിന് എന്തോ എടുക്കണം? കൊല്ലണം. ഇല്ലെങ്കിൽ അവനെന്തോ പറ്റും? പിന്നെ അതിനകത്ത് പോയിരിക്കും. ഇനി രണ്ടാമത് കൃഷിക്കാരൻ ഈ ചെടികളെല്ലാം പിഴുത് കളഞ്ഞപ്പം അതുകൊണ്ട് കഴിഞ്ഞോ? ഒരു JCB കൊണ്ടുവരണം. JCB കൊണ്ടുവന്നിട്ട് എന്തോ പറ്റുന്നറിയാമോ? ഇതെല്ലാം കൂടെ ഒന്ന് ഉഴുതു മറിക്കാൻ തുടങ്ങുമ്പോഴത്തേന് അറിയാം അടി കിടക്കുന്ന പല സാധനങ്ങളും. ഇതുപോലെ ഉപവാസവും പ്രാർത്ഥനയും. പള്ളിയിലോട്ട് വരുമ്പോൾ ആദ്യത്തെ കുറേ അളവിലുള്ളൊരു വിടുതൽ നടക്കും. നല്ല ദൈവദാസന്മാർ വന്ന് മെസ്സേജ് കേൾക്കുമ്പോൾ കുറേ ലെവലിലൊരു വിടുതൽ നടക്കും. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ഡീപ്പ് സാന്നിധ്യം ചില ദൈവദാസന്മാർ കൂടെ ഇറങ്ങി വരുമ്പം അന്നേരം ഉറഞ്ഞും അല്ലെങ്കിൽ ഒളിഞ്ഞും മറഞ്ഞും ഇരിക്കുന്ന പലതും വെളിപ്പെട്ട് വരുന്നത്. ഇതുപോലെ നോക്കിയേ, വിഗ്രഹങ്ങളെ മാറ്റിക്കളഞ്ഞു, എല്ലാത്തിനെയും ഉടച്ചു കളഞ്ഞു, വെള്ളം കോരി ഉപവസിച്ചു, ദൈവത്തോട് ക്ഷമ പറഞ്ഞു, ഒരുമിച്ച് ഉപവസിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ ഏറ്റു പറയാൻ വേണ്ടി വന്നതാ. മിസ്പയിൽ ശമൂവേലിനടുക്ക വന്നതാ. അന്നേരം ഫെലിസ്ത്യർ അറിഞ്ഞ് യുദ്ധത്തിന് വരിക. നിങ്ങൾ മനസ്സിലാക്കണം, ഫെലിസ്ത്യർ എന്തുകൊണ്ടാണ് കയറി വന്നേ? കാരണം ഇവരുടെ ആത്മീക കാവൽ തകർന്നു കിടക്കുക. ആ സമയത്ത് ശമൂവേൽ അവിടെ പാല് കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് സർവാംഗ ഹോമയാഗമാക്കി യഹോവയുടെ സന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾ വായിച്ചു, ആര് യുദ്ധം ചെയ്തെന്ന് കേൾക്കണം. ആര് യുദ്ധം ചെയ്തു? അതിന്റെ താഴോട്ട് വായിച്ചാട്ടെ. 7-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അല്ല, അതിന്റെ 8-ാം വാക്യം തൊട്ട് വായിച്ചോ. ആന്റി, ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരം നൽകി. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിസ്ത്യർ ഇസ്രായേലിനോട് പടക്കെടുത്തു. എന്നാൽ യഹോവ എന്ന ഫിലിസ്ത്യരുടെ മേൽ വലിയ ഇടി മുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേലിയർ മിസ്പായിൽ നിന്ന് പുറപ്പെട്ട് ഫിലിസ്ത്യരെ പിന്തുടർന്നു. ബേത്കാമിന്റെ താഴ്വരെ അവരെ സംഹരിച്ചു. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പായ്ക്കും ഷേനിനും മധ്യം നാട്ടി. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബിനേസർ എന്ന് പേരിട്ടു. അടുത്ത വാക്യം കൂടെ. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി, പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ശമൂവേലിന്റെ കാലത്തൊക്കെ യഹോവയുടെ കൈ ഫിലിസ്ത്യർക്ക് വിരോധമായി. അയ്യോ, ആ വേർഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. നോക്കിയേ, മാറ്റേണ്ടത് മാറ്റിക്കളഞ്ഞു കഴിഞ്ഞപ്പം ദൈവം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്തു. മാറ്റേണ്ടത് മാറ്റിക്കളഞ്ഞു കഴിഞ്ഞപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും കഴിഞ്ഞ ഒത്തിരി നാളുകളായിട്ട് നമ്മൾ പിന്തുടർന്നുകൊണ്ടിരുന്ന അത് നമ്മുടെ കൂടായിപ്പോയിരുന്നു. നമുക്കിന്നത് തെറ്റാണെന്നോ ഇന്നത് മാറ്റിക്കളയണമെന്നോ പലതും അറിയത്തില്ല, പല കാര്യങ്ങൾ അറിയത്തില്ല. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ വചനവുമായിട്ട് അതിനെ ഒന്ന് താരതമ്യം ചെയ്തിട്ട് മാറ്റിക്കളയേണ്ടതിനെ മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ, ഉടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ, നീക്കിക്കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയാമോ? ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും.
യുദ്ധം ചെയ്യുക മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, ഇസ്രയേലിൽ അന്ന് രാജാവില്ല. പടയാളികൾ ഉണ്ടെന്ന് പറയാൻ എസ്റ്റാബ്ലിഷ്ഡ് രാജാക്കന്മാരുടെ സിസ്റ്റം ഇല്ല. കാരണം രാജാവ് വരുന്നത് പിന്നീടാണ്. ശൗൽ രാജാവ് പിന്നീട് ശമൂവേല പോയി അഭിഷേകം ചെയ്യുന്നത്. ശൗൽ രാജാവില്ല, ഒരു രാജാവ് വന്നിട്ടില്ല. പടയാളിയോ അങ്ങനത്തെ കിങ്ഡമോ ഒരു സിസ്റ്റം അല്ല. ന്യായാധിപന്മാര് ന്യായപാലനം ചെയ്യുന്ന കാലഘട്ടമാണ്. ആ കൂട്ടത്തിലുള്ള ഒരു ന്യായാധിപനാണ്, ഒരു പ്രവാചകനാണ് ആര്? ശമൂവേൽ. ശമൂവേൽ രാജാവാണോ? അല്ല. ശമൂവേൽ രാജാവല്ല. ശമൂവേലിൻ്റെ കൂടെ പട്ടാളക്കാരുണ്ടോ ഇല്ലയോ എന്നൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. കാണും, ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പല ആൾക്കാരും കാണും. പക്ഷേ രാജാക്കന്മാർക്കുള്ളതുപോലെ അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒന്നുമില്ല. പക്ഷേ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ആർക്ക് വേണ്ടി യുദ്ധം ചെയ്തു? യഹോവ ഇസ്രയേലിന് വേണ്ടി ഫെലിസ്ത്യനോട് യുദ്ധം ചെയ്തു. നീ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കാമെങ്കിൽ, നീ ദൈവസന്നിധിയിൽ ദൈവത്തിന് ഹിതമല്ലാത്തത് നീക്കിക്കളഞ്ഞ് നിൽക്കാമെങ്കിൽ, നിനക്ക് വേണ്ടി ആര് യുദ്ധം ചെയ്യും? കർത്താവ് യുദ്ധം ചെയ്യും. നിനക്ക് വേണ്ടി കർത്താവ് സംസാരിക്കും. കേട്ടോ, നിനക്ക് വേണ്ടി കർത്താവ് ഇടപെടും. കർത്താവ് നിനക്ക് വേണ്ടി ഇടപെടും. കർത്താവ് നിനക്ക് വേണ്ടി സംസാരിക്കും. അടുത്തത്, ശമൂവേലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കയ്യ് ആർക്ക് വിരോധമായിരുന്നു? ഫെലിസ്ത്യൻ വിരോധമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ലെന്ന് ഇതെല്ലാം അങ്ങ് അടഞ്ഞു. ഫെലിസ്ത്യന് വരാൻ പറ്റിയില്ല. ഇവർ കൃഷി ചെയ്യുന്നത് ഇവർക്ക് അനുഭവിക്കാം. ഇവർ നന്മയുണ്ടാക്കുന്നത്, അത്തിവൃക്ഷമുള്ളത് ഇവർക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാം. ഇവരുടെ മൃഗസമ്പത്ത് ഇവർക്ക് അനുഭവിക്കാം. ഇവരുടെ എന്തുണ്ടോ, പൊന്ന് വെള്ളി എല്ലാം ആർക്ക് അനുഭവിക്കാം? പറഞ്ഞു, ഇസ്രായേലിന് തന്നെ അനുഭവിക്കാം. ഇസ്രായേലിന് അതെന്തൊക്കെയുണ്ടോ നോക്കിയേ, ഇവർക്കെല്ലാം അത് അനുഭവിക്കാം. പക്ഷെ ഇല്ലെങ്കിലോ ഇവരുണ്ടാക്കും. ആരനുഭവിക്കും? ഫെലിസ്ത്യൻ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? കാവല് നഷ്ടമായി, സുരക്ഷ നഷ്ടമായി, ആത്മീക കാഴ്ചപ്പാടുകൾ കണ്ണു തുറന്ന് നമ്മൾ കാണണം. ഒരു വ്യക്തിക്ക് ചുറ്റും ദൈവത്തിൻ്റെ തേജസ് കാവലായിട്ടുണ്ട് കേട്ടോ. ഇത് നഷ്ടമാകുമ്പോഴാ, ഇപ്പം ഇന്നാണ് ഇത് നഷ്ടമായതെങ്കിൽ ഇന്നല്ല അറ്റാക്ക് കയറി വരുന്നത് കേട്ടോ. ഇതിങ്ങനെ പൊളിഞ്ഞു കിടക്കാം, ഇവിടെ പൊളിഞ്ഞു, എപ്പോഴോ ചെയ്തതാ. പക്ഷെ ഇന്നല്ല നാളെ തന്നെയല്ല അറ്റാക്ക് കയറി വരുന്നത്. അവൻ നോക്കിയിരിക്കും, കള്ളം നോക്കിയിരിക്കും, ഏത് സമയത്തുണ്ട് ഇവൻ്റെ ഉയർച്ചയും നന്മയെല്ലാം പിടിക്കാൻ പറ്റുന്ന ആ സമയം ഇങ്ങോട്ട് കയറി വന്ന് എല്ലാം എടുത്തോണ്ട് കൊണ്ടുപോയി. അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ നോക്കിയ ചരിത്രങ്ങളിൽ കൂടെ കണ്ടു. യാക്കോബിൻ്റെ ചരിത്രങ്ങൾ എത്ര വർഷത്തിന് മുമ്പേ ഡോറ് തുറന്ന? യാക്കോബിൻ്റെ ലൈഫിൽ എത്ര വർഷത്തിന് പുറകിലാണ് ഡോറ് തുറന്നേ? എന്തുവാ യാക്കോബിനോട് ചോദിക്കുന്നത്? എന്തുവാ ദൂതൻ ചോദിക്കുന്ന ചോദ്യം? എന്തോ അല്ലെ ദൈവം ചോദിക്കുന്ന ചോദ്യം? എന്തോ നിന്റെ പേരെന്താന്ന്? എത്ര വർഷത്തിന് മുമ്പ് നടന്ന സംഭവം? 21 വർഷം മുമ്പ്. നോക്കിയ അടുത്തത്, നമ്പേഴ്സിന്റെ പുസ്തകത്തിൽ റോയൽ മന്ത്രവാദം ചെയ്യാൻ വന്നവർക്ക് മന്ത്രവാദം ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇസ്രായേൽ കുറച്ച് കഴിഞ്ഞപ്പം പരാജയപ്പെട്ടു പോയി. എന്തുകൊണ്ട് പരാജയപ്പെട്ടു പോയി അല്ലേ? ഇസ്രായേൽ മക്കളുടെ അകത്ത് പാപം വന്നു. ഇപ്പൊ നോക്കിയേ, തകർന്നു കിടന്ന വേലി, ഉടഞ്ഞു കിടന്ന വേലി, പൊളിഞ്ഞു കിടന്ന വേലി ദൈവസന്നിധിയിൽ പണിയപ്പെട്ടപ്പോൾ ദൈവം ആർക്ക് വേണ്ടി യുദ്ധം ചെയ്തു? ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തു. ശമൂവേലിന്റെ കാലത്തൊക്കെയും ഫെലിസ്ത്യൻ പിന്നെ ഇങ്ങോട്ട് വന്നില്ല. 40 വർഷം അവിടെ ബൈബിൾ എഴുതിയിട്ടുണ്ട്. 40 വർഷം ഇസ്രായേലിന് സ്വസ്ഥത ഉണ്ടായി. നോക്കിയേ എത്ര വർഷം ഉണ്ടായെന്ന്. ശമൂവേൽ രാജാവാണോ? ശമൂവേല് ഒരു സൈന്യാധിപനാണോ? പറഞ്ഞോ. 15-ാം വാക്യം, ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു അല്ലേ? അവിടെ ഇവിടെ ഒരു വേർഡുണ്ട്, ഏകദേശം 40 വർഷത്തോളം. പോകട്ടെ, ഞാൻ ആ വാക്യം കണ്ടില്ല അതിനകത്ത്. 40 വർഷത്തോളം ഇസ്രായേലിലേക്ക് പിന്നെ വന്നില്ല. 40 വർഷത്തോളം. എൻ്റെ ചോദ്യം ശമൂവേല് രാജാവാണോ? പറഞ്ഞു. അല്ല. സൈന്യാധിപനാണോ? ഇല്ല. ഒരു പാവപ്പെട്ട കർത്താവിൻ്റെ പ്രവാചകനാ. കയ്യിലൊരു വടിയും കാണാം,
പ്രവാചകന്മാർക്കുള്ളതുപോലെ ഒരു ഡ്രസ്സും കാണാം. പക്ഷേ ശത്രുവിൻ്റെ സൈന്യം ഒതുങ്ങിയെന്ന്. വാളും കൊണ്ടുമല്ല, കുന്തം കൊണ്ടുമല്ല, സൈന്യം കൊണ്ടുമല്ല ഒന്നും പിടിച്ചെടുക്കുന്നത് കേട്ടോ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും തുറക്കപ്പെട്ട വാതിലുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ വികാരങ്ങളിലാകാം, നമ്മുടെ ചിന്തകളിലാകാം, നമ്മുടെ സ്വഭാവങ്ങളിലാകാം, നമ്മുടെ വാക്കുകളിലാകാം, നമ്മുടെ ബന്ധങ്ങളിലാകാം, നമ്മുടെ ഇടപെടലുകളാകാം, നമ്മുടെ പണത്തിനകത്താകാം, എവിടെയാകട്ടെ, നമ്മുടെ ആത്മീയത്തിനകത്തായിരിക്കാം, നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിനകത്തായിരിക്കാം, എവിടെയെങ്കിലും തുറക്കപ്പെട്ട വാതിലുകൾ ഉണ്ടെങ്കിൽ അതിനെ അടയ്ക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അതിനെ അടയ്ക്കണം, കൺഫസ് ചെയ്ത് അടയ്ക്കണം. ഇത് കണ്ടോ, അങ്ങനെ അടച്ചത് എങ്ങനെ? അവരതിനെ നീക്കിക്കളഞ്ഞു, അവരതിനെ മാറ്റിക്കളഞ്ഞു. ഞാൻ ഒരു വാക്കും കൂടെ പറഞ്ഞിട്ട് മുമ്പിലോട്ട് പോകട്ടെ. ചില കാര്യങ്ങൾ കൺഫസ് ചെയ്താൽ നടക്കത്തില്ല, ഏറ്റു പറഞ്ഞാൽ നടക്കത്തില്ല. അതിനുള്ള മറുപടി ഞാൻ മുന്നോട്ട് വരുമ്പോൾ, ക്ലാസ്സുകളിൽ വരുമ്പോൾ പഠിപ്പിക്കാം. ചില വിഷയങ്ങൾ ഏറ്റു പറയുകയല്ല ചെയ്യേണ്ടി. ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ തന്നെ നിന്നിട്ട് നമുക്ക് ചിന്തിക്കാം. ഈ അശേര പ്രതിഷ്ഠയും വിഗ്രഹങ്ങളും എല്ലാം ഇരിക്കുമ്പോൾ കർത്താവേ എന്നോട് ക്ഷമിക്കണേ എന്ന് പറയണോ, കരഞ്ഞു പ്രാർത്ഥിക്കണോ, അതോ ഞാൻ ആദ്യമേ പോയി അശേര പ്രതിഷ്ഠയും എൻ്റെ കയ്യിലുള്ള ദൈവഹിതമല്ലാത്ത എല്ലാത്തിനെയും ഞാൻ ഉടച്ച് കളഞ്ഞ് ബൈബിളിൻ്റെ പ്രമാണപ്രകാരം കത്തിച്ച് കളഞ്ഞിട്ട് വന്ന് പ്രാർത്ഥിക്കണം? എന്ത് ചെയ്യണം? കത്തിച്ച് കളയണം. ഉടച്ച് കളഞ്ഞ്, കത്തിച്ച് കളഞ്ഞ്, നീക്കിക്കളഞ്ഞിട്ട് വേണം വന്ന് പ്രാർത്ഥിക്കാൻ. ഗിദെയോനോട് ദൈവം എന്താ പറഞ്ഞേ? നിന്റെ അപ്പനുള്ള ബാലിൻ്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞിട്ട് വാ. നീ അത് ചെയ്യാമെങ്കിൽ ഞാൻ നിന്റെ മീതെ നിങ്ങളുടെ രാജ്യത്തിന് രക്ഷ നൽകാം. ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഗുഹരങ്ങളിലും ഗുഹകളിലും പാർത്തുകൊണ്ട് മിദ്യാന്യരെയും അമാലേക്കരെയും പേടിച്ചുകൊണ്ട് കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ അവരൊന്ന് കൊയ്തുകൊണ്ട് പോകും, പേടിച്ചിട്ട് നിൽക്കുക. കർത്താവ് പറഞ്ഞു, നിന്നെ കൊള്ള ബാലിൻ്റെ ബലിപീഠം നീ ആദ്യം ഇടിച്ചു കളാം. നിങ്ങൾ പറ, ഗിദെയോൻ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണോ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകണോ, ബൈബിൾ പഠനം നടത്തണോ, എന്തൊക്കെ ചെയ്യണം? ബൈബിൾ കോളേജിൽ പോകണോ, എന്ത് ചെയ്യണം? നിങ്ങൾ പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോ? എന്ത് ചെയ്യണം? ഇടിച്ചു കളയണോ, ഉടച്ചു കളയണോ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകണോ? ആദ്യം ചെയ്യേണ്ടത് ഇടിച്ചു കളയണം. ചില ക്ഷമ നടക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, കൊടുത്തു തീർക്കേണ്ടത്, പറഞ്ഞു തീർക്കേണ്ടത് അത് ചെയ്യണം കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ക്ഷമ കംപ്ലീറ്റ് ആകത്തുള്ളൂ. പക്ഷേ വ്യക്തിപരമായിട്ട് നമുക്ക് രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വഴക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ദേഷ്യപ്പെട്ടു, അത് നമുക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു തീർക്കണം, പോയി സോറി പറയണം, ക്ഷമ പറയണം. പക്ഷെ പണം കടം കൊടുക്കാനുണ്ടെങ്കിലോ, ഞാൻ ഒരാളെ ഉപദ്രവിച്ചു, അടിച്ചു, ഉപദ്രവിച്ചു, ഇനി എന്ത് ചെയ്യണം? കർത്താവേ, ഞാൻ എൽബേദേൽ ചർച്ചിലെ നല്ല വചന പഠനവും എല്ലാം കേൾക്കുക, ഞാൻ ഉപവാസ പ്രാർത്ഥന 21 ദിവസം. കർത്താവ് പറയുമ്പോൾ ഇതെല്ലാം ഇവിടെ വെച്ചേരും. നീ ആദ്യം എന്ത് ചെയ്യണം? നീ ഉപദ്രവിച്ചവരോട് പോയി ക്ഷമ ചോദിച്ചിട്ട് വാ, എങ്കിലേ ക്ഷമ പൂർത്തിയാകത്തുള്ളൂ. നിന്റെ കയ്യിൽ അരുതാത്തതിരിക്കുമ്പം ഞങ്ങൾ ഒരിക്കൽ യൂത്ത് മീറ്റിങ്ങിന് ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ പോകും. ദൈവസാന്നിധ്യത്തോടെ ഇറങ്ങി 3 കുഞ്ഞുങ്ങളെ തൊട്ടു. ആ സമയത്ത് മൂന്നാമത്തെ ദിവസമാണ്. ആ ക്യാമ്പിന് വന്ന ഒരു ചെറുക്കൻ, അവന് ഇടയ്ക്ക് ഒരു ദിവസം വാഷ്റൂമിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് അവൻ സിഗരറ്റ് വലിച്ചിട്ട് വന്നു. അപ്പോൾ അവൻ്റെ പോക്കറ്റ് സിഗരറ്റ് ഉണ്ടായിരുന്നു. ക്യാമ്പിന് വന്ന അവൻ്റെ പോക്കറ്റ് സിഗരറ്റ് ഇരിക്കുക. അവൻ വാഷ്റൂമിൽ പോയി സിഗരറ്റ് വലിച്ചിട്ട് വന്നപ്പോൾ അവിടെ ചെന്ന അടുത്ത പിള്ളേർ അങ്ങനെ സ്മെല്ല് കിട്ടിയപ്പം കംപ്ലൈൻറ്റ് ചെയ്ത് മനസ്സിലായി ഇവനാ. ഇവൻ അവസാനം കരഞ്ഞ് നിലവിളിച്ച് അവനെ ദൈവം തൊട്ടു. ലാസ്റ്റിലേക്ക് ഇവനെ ദൈവം തൊട്ടു. ഇവൻ കരഞ്ഞ് വിളിച്ച് ദൈവത്തോട് ക്ഷമയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ മാനസാന്തരത്തിൻ്റെ ഒരു എത്ര ഉണ്ടെന്നുള്ളത് ഇവൻ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ക്യാമ്പ് കഴിഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ, അന്ന് 3ാമത്തെ ദിവസം ഈവനിങ് ആയപ്പം ഇവൻ്റെ പാസ്റ്ററിനെ കാണാൻ പോയി. ആ ചർച്ചിലെ പാസ്റ്ററിനെ കാണാൻ പോയി. ഓഫീസിന് മുന്നിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവൻ്റെ മാതാപിതാക്കൾക്ക് പോലും അറിയാത്ത സീക്രട്ട് സിമ്മുകൾ ഇവനെടുത്ത് പാസ്റ്ററുടെ കൊടുത്തിട്ട് പോയി.
അവൻ പറഞ്ഞു എൻ്റെ അപ്പൻ അറിയത്തില്ല, അമ്മയ്ക്ക് അറിയത്തില്ല, അവർക്ക് എൻ്റെ ഒരു നമ്പറേ അറിയത്തുള്ളൂ. പക്ഷേ എൻ്റെ കയ്യിൽ സീക്രട്ട് സിമ്മുകൾ പലതിരിക്കുക. അവനത് പാസ്റ്ററെ കൊണ്ട് കൊടുത്തിട്ട് പോയി. മാനസാന്തരം കേട്ടോ. ഇസ്രായേൽ മക്കൾ എപ്പോൾ ദൈവത്തോട് ഇടിച്ചു കളയേണ്ടത് ഇടിച്ചു കളഞ്ഞു. നമുക്കെടുത്ത് ഹൃദയത്തെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യാം. ദൈവമേ, ദാവീദ് പറയുന്ന പോലെ എൻ്റെ ഹൃദയത്തിൽ ദോഷമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് എന്നെ ശോധന ചെയ്ത് എന്നെ കറക്റ്റ് ചെയ്യണേ. അങ്ങ് കറക്റ്റ് ചെയ്താൽ ഞാൻ കറക്റ്റ് ആകാൻ കർത്താവേ, ഞാൻ അനുസരിക്കാം. എനിക്ക് സമയം തരണേ, എന്നെ വിടുവിക്കണേ, എന്നോട് കൃപ കാണിക്കണേ. ഇസ്രായേൽ മക്കൾ വാതിലുകൾ അടച്ചു. എന്തു പറ്റി നിങ്ങൾ പറഞ്ഞോ? ചില കുടുംബത്തിൽ എന്താണ് വഴി തുറക്കാത്തത്? ചില കുടുംബങ്ങളിലേക്ക് എന്താ വഴി തുറക്കാത്തത്? വ്യക്തിപരമായ ജീവിതം പ്രൊട്ടക്റ്റഡ് അല്ല, കുടുംബപരമായ ജീവിതം പ്രൊട്ടക്റ്റഡ് അല്ല കേട്ടോ. അല്ലെങ്കിൽ സഭാപരമായിട്ടുള്ള ജീവിതം പ്രൊട്ടക്റ്റഡ് അല്ല. നിങ്ങൾക്ക് ഈ അധ്യായത്തിൽ നിന്ന് പഠിച്ചു. നമുക്കിനിയും അല്പം കൂടെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പോകാം. അടുത്ത കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇത് നിങ്ങൾ പഠിച്ചോ? മനസ്സിലായോ? നോക്കിയേ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കാവൽ തുറക്കാനുള്ളതിൻ്റെ കാരണം നമുക്ക്, എനിക്ക് തോന്നുന്നു അടുത്ത കാര്യം നമുക്ക് അല്പസമയം എടുത്ത് പഠിക്കേണ്ടതാണ്. അല്പസമയം എടുത്ത് ദാവീദിൻ്റെ ചരിത്രം ഇത് നമുക്ക് അല്പസമയം എടുത്ത് പഠിക്കണം. ഓരോ പ്രശ്നങ്ങളുടെ പിമ്പിലും റൂട്ടുണ്ട്. പല പ്രതിസന്ധികൾ വരുമ്പോൾ അതിൻ്റെ പിമ്പിലൊരു റൂട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല, പ്രവർത്തിച്ചിട്ടും ഉയരാൻ പറ്റുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും അത് പിന്നെയും വരിക. അങ്ങനെ ഉണ്ടെങ്കിൽ ഓർത്തോ, അതിൻ്റെ പിമ്പിൽ ഒരു റൂട്ടുണ്ട്, ലീഗൽ ക്ലെയിം ഉണ്ട്. വേറെ ചില കാര്യങ്ങൾ, ഇപ്പം എനിക്കൊരു പനി വന്നു, അത് വിട്ടേ. എനിക്കൊരു കോൾഡ് വന്നു, വിട്ടേ. എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു, പോട്ടെ, ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു, അതൊക്കെ വിട്ടേ. അതൊക്കെ നമ്മുടെ അലസത കൊണ്ടും ഇഗ്നറൻസ് കൊണ്ടും ശ്രദ്ധയില്ലായ്മ കൊണ്ടും ഫുഡിൽ അതൊക്കെ വിട്ടേ. പക്ഷേ ഒരു വിഷയം പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല. ഒരു വിഷയം വീണ്ടും വന്നുകൊണ്ടിരിക്കുക. ഒരു വിഷയത്തിന്റെ പിന്നിൽ അതേ ആ സൈക്കിൾ പിന്തുടരുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്? ഒരു റൂട്ടുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാം കേട്ടോ. അത് അടുത്ത ആഴ്ച വരുമ്പോൾ പഠിക്കാം. നമ്മുടെ സമയം നായി നോക്കി. എത്ര ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ഒത്തിരി പഠിക്കാൻ പോകും കേട്ടോ. ഒത്തിരി ഉദാഹരണങ്ങൾ, ഇസ്രായേൽ മക്കളുടെ ചരിത്രങ്ങൾ തൊട്ട് അനേക ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുക. അതുകൊണ്ട് ന്യായാധിപന്മാരുടെ ജഡ്ജസിൻ്റെ ആ ക്രോണോളജി എത്ര വർഷമാണ്? ഏകദേശം 400 വർഷത്തോളം. ഒത്നിയേൽ തൊട്ട് സാംസൺ വരെയാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം. ന്യായാധിപന്മാരുടെ കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് ശമൂവേലിൻ്റെ കാലഘട്ടം കണ്ടോ? ശമൂവേലിൻ്റെ കാലഘട്ടം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ദൈവം അനുവദിച്ചാൽ വരുന്ന ക്ലാസ്സുകളിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓരോ ന്യായാധിപന്മാരുടെ കാലഘട്ടങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ദൈവവചനം പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. നോക്കിയേ, നമുക്കിന്ന് ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് നിർത്താം. നമ്മളിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തൊട്ട് 3 കാര്യങ്ങളെ പഠിച്ചു. ഒന്ന്, പോയിടത്തെല്ലാം യാക്കോബിന് ചോർച്ചയായിരുന്നു. പോയിടത്തെല്ലാം. എന്തുകൊണ്ടാണ് ചോർച്ച വരാനുള്ള കാരണം? വാതിലുകൾ തുറന്നിട്ടുണ്ട്. സ്ഥലം മാറിയത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടണമെന്നില്ല കേട്ടോ. ഏരിയ മാറിയത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടണമെന്നില്ല. നീ നിൽക്കുന്നിടത്ത് വിശ്വസ്തനായി നിൽക്കാമെങ്കിൽ ദൈവം നിന്നെ മാനിക്കും, ഉയർത്തും. നിങ്ങൾ ഓർത്തു, നിങ്ങൾ നിൽക്കുന്നിടത്ത് ദൈവസന്നിധിയിൽ നീതിയോടെ നിൽക്കാമോ, ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. നിന്റെ കൂട്ടുകാർക്കില്ലാത്തതുപോലെ മറ്റാർക്കും ഇല്ലാത്ത പോലെ തമ്പുരാൻ നിന്നെ ഓണർ ചെയ്യും. പക്ഷെ നീ വിശ്വസ്തനായിട്ടിരിക്കണം, തുടർന്നും വിശ്വസ്തതയിൽ തന്നെ പോകണം. രണ്ടാമത്തേത്, മന്ത്രവാദങ്ങൾ ഫലിക്കുകയില്ല. നമ്മൾ ഒരു കാര്യം മാത്രമേ പഠിക്കത്തുള്ളൂ. യാക്കോബിന് ലക്ഷണവിദ്യ, ഇസ്രായേലിനോട് ആഭിചാരം ഫലിക്കുകയില്ല. അങ്ങനെയല്ലേ വാക്യം? യാക്കോബിന് ലക്ഷണവിദ്യയും ഇസ്രായേൽ ആഭിചാരവും ഫലിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ പറയാം. പക്ഷേ അതിൻ്റെ മേളത്തെ വാക്യം പറയുന്നുണ്ട്, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ലെന്നുള്ള വാക്കിൻ്റെ അർത്ഥം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു. എന്തുവായിരുന്നു? ജാതികൾക്കുള്ളതുപോലെ ആരാധനയാകട്ടെ, ആചാരമാകട്ടെ, വസ്ത്രധാരണമാകട്ടെ, ആഹാരം, സംസ്കാരം, വിവാഹം, കൊടുക്കവാങ്ങൽ യാതൊന്നുമില്ലാത്ത
വിശുദ്ധമായ ഒരു ജനത്തിന് ആഭിചാരം ഫലിക്കത്തില്ലെന്ന് എഴുതിയേക്കുന്നത്. ലക്ഷണവിദ്യ ഒക്കത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ജാതികൾക്കിടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ കൗണ്ട് ചെയ്യുന്നതല്ല, അവർക്കുള്ളതുപോലെയുള്ള സമ്പ്രദായങ്ങൾ ഒന്നുമില്ലാത്ത ഒരു വിശുദ്ധ ജനം. നമ്മുടെ കയ്യിലോ അവർക്കുള്ളതിനെക്കാട്ടിലും കൂടുതൽ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നുണ്ട്. നമ്മൾ അവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട് ഏതാ ഒന്നും അറിയത്തില്ല. ജാതി ഏതാ, വിശ്വാസി ഏതാ അറിയത്തില്ല, എണ്ണപ്പെട്ട് കിടക്കുക. പിന്നെ മന്ത്രവാദം ഫലിക്കുമോ? പിന്നെ ആഭിചാരം ഫലിക്കുമോ? ലക്ഷണവിദ്യ ഒക്കുമോ? ഒക്കും. എല്ലാ ജാതീയ ഫീസ്റ്റുകൾക്കും പോയി ആചരിച്ച് അതിനും പോയി ഇതിനും പോയി എല്ലാത്തിനും പോയിട്ട് നീ അവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വരുമോ? മന്ത്രവാദം ഫലിക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. മന്ത്രവാദം നിനക്ക് നേരെ ഫലിക്കും. വിശ്വാസികൾക്ക് നേരെ മന്ത്രവാദം ഫലിക്കുമോ? വലിയൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ഒരു വാക്യം എടുത്ത് പറയാം, ലക്ഷണവിദ്യ ഇസ്രായേലിനൊക്കത്തില്ല, യാക്കോബിനോട് ആഭിചാരം ഫലിക്കത്തില്ല. നീ യാക്കോബ് ആയിരിക്കണം, നീ ഇസ്രായേൽ ആയിരിക്കണം. മനസ്സിലായോ? എത്രയോ വിശ്വാസികളാ മന്ത്രവാദത്തിൽ കിടന്ന് ചുറ്റിക്കറങ്ങിയിട്ട് കെട്ടിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അവർ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾക്ക് മന്ത്രവാദം ഫലിക്കത്തില്ല, ഞങ്ങൾ വിശ്വാസികളാ. മോനെ, നിന്നെ ആര് പഠിപ്പിക്കുന്നു? ഞങ്ങൾക്കില്ല. ഒരു പുള്ളിക്കാരനാണെങ്കിൽ പുള്ളിക്കാരൻ മന്ത്രവാദം, ദൈവദാസന്മാർ പോയി വീട്ടിൽ പോയി പറഞ്ഞു, നിങ്ങൾക്ക് മന്ത്രവാദമുണ്ട്, നിങ്ങളുടെ നേരെ അറ്റാക്കുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഉയരാൻ പറ്റുന്നില്ല. പുള്ളിയോട് പറയും പുള്ളി ഭയങ്കര ചുമച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പം ആ വന്ന ദിവസം പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ഉയരാൻ പറ്റുന്നില്ല. ബ്രോങ്കൈറ്റീസിൻ്റെ മരുന്ന് വരെ കൊടുത്തിട്ട് മാറുന്നില്ല. അപ്പം മന്ത്രവാദം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ മന്ത്രവാദത്തെക്കുറിച്ച് വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞു. സാധനം പുള്ളി 3-4 വർഷം കിടന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം ദൈവസന്നിധി മുട്ടുമടക്കി വീണ്ടും ഈ ദൈവദാസം വന്നു. പ്രാർത്ഥിച്ചു പറഞ്ഞു, മന്ത്രവാദം എന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നുണ്ടോ? എന്തെങ്കിലും ആട്ടെ പാസ്റ്റർ, ഒന്ന് കെട്ടുപൊടി കൺവസ് ചെയ്യാൻ പറഞ്ഞു, ഏറ്റു പറയാൻ പറഞ്ഞു. പറഞ്ഞ് കൈവശം സർദ്ദിച്ചു. അത് കഴിഞ്ഞു ഒരു മരുന്നുമില്ല, പുള്ളി സൗഖ്യമായി. 4 വർഷം മുമ്പ് ദൈവം പറഞ്ഞു കൊടുത്താ. പക്ഷെ അന്ന് അനുസരിക്കാൻ ഇമോഷണലി ഭയങ്കര കനമായിരുന്നു, അനുസരിക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾ പറ, ലക്ഷണവിദ്യ മന്ത്രവാദം ഇസ്രായേലിന് ഫലിക്കുമോ? ഫലിക്കത്തില്ല. ആഭിചാരം, ലക്ഷണവിദ്യ ഇതൊന്നും ഇസ്രായേലിനും യാക്കോബിനും ഫലിക്കത്തില്ല. പക്ഷെ നമ്മൾ ആരായിരിക്കണം? നമ്മൾ ഇസ്രായേലായിരിക്കണം. ജാതികളുടെ കൂട്ടത്തിലുള്ള യാതൊന്നും എൻ്റെ കൈകളിൽ കാണരുത് കേട്ടോ. നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു. ഇന്ന് പകല് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഓർത്തോണം, നമ്മുടെ ജീവിതം വചനത്തിനനുസരിച്ച് ശുദ്ധമാണെങ്കിൽ, വിശുദ്ധിയിൽ ജീവിക്കാമെങ്കിൽ യാതൊന്നും നിന്നോട് അടുക്കത്തില്ല, നിന്റെ അയലോക്കത്ത് വരത്തില്ല. പോട്ടെ, ഞാനൊന്നും ഉദാഹരണം പറയുന്നില്ല. ഇന്ന് നമ്മൾ കണ്ടു ശമൂവേലിൻ്റെ കാലത്ത് കണ്ടോ, ഈ വചനം പഠനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തോ, എന്തും കൊണ്ടാണ് നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ഉയരാൻ പറ്റാത്തത്? പ്രാർത്ഥിക്കാം. ചിലതിനെ തകർത്ത് കളയാം കേട്ടോ. പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി